നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കാപ്പ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു. യുവാവ് റിമാൻഡിൽ. കല്ലുവാതുക്കൽ വേളമാനൂർ സ്വദേശി അക്ഷയാണ് റിമാൻഡിലായത്. നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വിദ്യാലയങ്ങളിലെ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുമെന്നും മന്ത്രി. ചവറ നിയോജക മണ്ഡലത്തിൽ മികവ് 2026 പ്രതിഭാ സംഗമം. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് പ്രതിഭാ സംഗമം നടത്തിയത്. മണ്ഡലത്തിലെ ഉന്നത പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാപ്പ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യുവാവിനെ റിമാൻഡ് ചെയ്തു. കല്ലുവാതുക്കൽ വേളമാനൂർ സ്വദേശി അക്ഷയാണ് റിമാൻഡിലായത്. കാപ്പ കേസ് പ്രതികളെ കൊല്ലം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വിചാരണക്കൂട്ടിൽ നിൽക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സിനിമാ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി റീൽസാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. കാപ്പ കേസ് പ്രതികളടക്കമുള്ള അക്രമി സംഘത്തിന്റെ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യുവാവാണ് റിമാൻഡിലായത്. പാരിപ്പള്ളി കല്ലുവാതുക്കൽ റീന ഭവനത്തിൽ അക്ഷയാണ് റിമാൻഡിലായത്. കൊല്ലം വെസ്റ്റ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ കാപ്പ അടക്കം ചുമത്തിയിട്ടുള്ള പ്രതികളെ കൊല്ലം 3ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്കായി ഹാജരാക്കിയപ്പോൾ ഇവർ കോടതിയുടെ വിചാരണക്കൂട്ടിൽ നിൽക്കുന്നതും കോടതി നടപടികൾക്ക് ശേഷം പുറത്തേക്കിറങ്ങുന്ന രീതിയിലുള്ള വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തുന്നതായ സംഭാഷണങ്ങളും ഉൾപ്പെടുത്തി റീൽസാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. പ്രകോപനപരമായി റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച സംഭവത്തിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇലക്ട്രോണിക് ഡിവൈസുകളും ഇവരിൽ നിന്ന് പിടികൂടി. ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ നിയോജക മണ്ഡലത്തിൽ മികവ് 2026 പ്രതിഭാ സംഗമം നടത്തി. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് പ്രതിഭാ സംഗമം നടത്തിയത്. മണ്ഡലത്തിലെ ഉന്നത പരീക്ഷാ വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് മികവ് 2026 പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ചവറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. മാറുകയാണ്, സിലബസ് മാറുകയാണ്. ലോകത്തെ അത്ര ഫാസ്റ്റായിട്ടാണ് പഠനരംഗത്ത്, തൊഴിൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ. നമ്മുടെ പരമ്പരാഗതമായി യൂണിവേഴ്സിറ്റി സംവിധാനം വെച്ചുകൊണ്ട് സെനറ്റും സിൻഡിക്കേറ്റും മറ്റ് കമ്മിറ്റികളും കൂടി 10 വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ BA ഹിസ്റ്ററി, BA ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ് ഇതും പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലാത്ത കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുടെ കൂട്ടപലായനം ഉണ്ടാകുന്നത്. ഈ ഗ്ലോബൽ വാച്ച് ടവർ പോലുള്ള സംവിധാനം വന്നിട്ട് നമ്മുടെ കലാലയങ്ങളിലും എല്ലാ വർഷവും അഡാപ്റ്റ് ചെയ്യുന്ന ഈ മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുയോജ്യമായ നിലയിൽ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഗവൺമെൻറ് പോകുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു ഈ ബഡ്ജറ്റ് വഴി നടപ്പിലാക്കിയത്. ഈ സന്ദർഭത്തിൽ ദീർഘമായി മറ്റൊന്നിനെയും കടക്കുന്നില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഇവിടെ ജയലക്ഷ്മി ഹ്രസ്വമായിട്ട് സൂചിപ്പിച്ചു. ഇന്ന് നിങ്ങൾ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കി തിളങ്ങി നിൽക്കുകയാണ്. സന്തോഷമുണ്ട്, രക്ഷിതാക്കൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ പുസ്തകത്തിലുള്ളത് പഠിച്ച് പരീക്ഷയിൽ എഴുതി ഉന്നത വിജയം നേടുന്നത് കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കടമ്പകളാണ് നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ലോകത്തൊരാളും തടസ്സങ്ങളെ ഇല്ലാതെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ആ തടസ്സങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. ആ മനക്കരുത്ത് ആർജിച്ചാൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ വിജയികളാകത്തുള്ളൂ. ജീവിതത്തിൽ വിജയിക്കണം. പരീക്ഷയിൽ വിജയിച്ചാൽ പോരാ. പരീക്ഷയിൽ വിജയം ഒരു ഘടകം തന്നെയാണ്, പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതിയും കരുത്തും മനക്കരുത്തും നമുക്കുണ്ടാകണം. നടൻ മധുബാൽ മുഖ്യാതിഥിയായി.
ഓരോ സ്കൂൾ ക്ലാസ്സുകളും അവിടെ നിന്ന് കിട്ടുന്ന അധ്യാപകരുടെ പഠനത്തിനോടുള്ള നമ്മുടെ പ്രേരണകളും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സൗഹൃദങ്ങളുമൊക്കെ ഒരർത്ഥത്തിൽ നമുക്കൊരു ബേസായി മാറുകയാണ്. ഈ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം. അത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ ആദരണീയനായ ഷിബു ബേബി ജോൺ സാറിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു ഇങ്ങോട്ട്. നമുക്കൊക്കെ അറിയാം, ജീവിതത്തിൽ ഔന്നത്യങ്ങളിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ ഉന്നതമായ അവസ്ഥകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടാവണം, എങ്ങനെയായിരിക്കണം. മുന്നോട്ടുള്ള പാതകൾ ധാരാളം തടസ്സങ്ങളുണ്ടാകാം. പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മളുടെ പഠനം മാത്രമല്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിനായ മന്ത്രി പറഞ്ഞൊരു വലിയ കാര്യമുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഐ ജയലക്ഷ്മി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്തോഷ് തുപ്പാശ്ശേരി, അംബികാദേവി, എസ് അനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ്, UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, RSP മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ, അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ്, കിണറുവിള സലാഹുദ്ദീൻ, വാഴയിൽ അസീസ്, പോക്കാട്ട് റഹീം, സക്കീർ ഹുസൈൻ, ഷംന റാഫി, സോഫിയ സലാം, മുംതാസ്, സുനിത ബിജു, താജ് പോരൂക്കര, ആർ വൈശാഖ് എന്നിവർ പങ്കെടുത്തു. ബേബി ജോൺ ഫൗണ്ടേഷൻ പുരസ്കാരം, MLA എഡ്യു എക്സലൻസ് മെഡൽ, പ്രശസ്തി പത്രം എന്നിവയാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാലയങ്ങളിലെ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമയനിഷ്ഠവും അച്ചടക്കവുമുള്ള ഉത്തമ പൗരനെ വാർത്തെടുക്കുന്നതാണ് പദ്ധതിയുടെ സവിശേഷത. പരിസ്ഥിതി സംരക്ഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വനമേഖലകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണവും കൂടെ ഒരു മോഡലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലാണ്. പരിസ്ഥിതി ആർക്കു വേണ്ടിയാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാം. പ്രകൃതിയെ നമ്മൾ ആരും സംരക്ഷിക്കേണ്ട കാര്യമില്ല. പ്രകൃതി എല്ലാത്തിനെയും അതിജീവിച്ച് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്, ഇനിയും അതിജീവിച്ച് മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ സംരക്ഷിക്കുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ വരാനിരിക്കുന്ന തലമുറ, അവര് ഈ മണ്ണിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആകല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തിങ്കളാഴ്ച ഞാൻ ചെന്ന് കഴിയുമ്പോൾ കേരളത്തിന്റെ വനങ്ങളിൽ ഇനിയും പ്ലാസ്റ്റിക് കയറ്റാൻ പാടില്ല എന്നൊരു നിയമത്തിന് ഉത്തരവ് ഇടാൻ പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഓരോരുത്തരും കൂടി പങ്കാളിയാകണമെന്ന്. മികച്ച SPC കേഡറ്റുകൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ജയലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഐറിൻ, വാർഡംഗം ജെയിംസ് ജോസഫ്, ചവറ SHO മനോജ്, SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ അർച്ചന, പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ, PTA ഭാരവാഹികൾ, SPC ഗാർഡിയൻ പ്രസിഡന്റ് നാസറുദ്ദീൻ, CPO ജിജി, അഡീഷണൽ CPO രാജേന്ദ്രൻ, സഹീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം DDE ഓഫീസിലേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. PM ശ്രീ പദ്ധതിക്കെതിരെ AIYF, AISF എന്നിവർ സംയുക്തമായി നടത്തിയ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്. പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് വാക്കേറ്റത്തിനും ഉന്തിനും തള്ളിനും കാരണമായത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊല്ലം DDE ഓഫീസിലേക്ക് AIYF, AISF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആശ്രാമം ലിങ്ക് റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പിന്മാറാതിരുന്ന പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. ഇതും പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. AISF
നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. പ്രതിഷേധ യോഗം AYF സംസ്ഥാന പ്രസിഡന്റ് കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറിച്ചിട്ട് DDU ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചു. പ്രവർത്തകരെ ബലമായി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതും സംഘർഷത്തിന് കാരണമായി. 20ഓളം പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി പോയ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞു. അരമണിക്കൂറോളം നേരം പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞിട്ടു. നേതാക്കളുമായി പോലീസ് സംസാരിച്ചതിന് ശേഷമാണ് പ്രവർത്തകരെയും കൊണ്ട് പോലീസ് വാഹനം മുന്നോട്ട് പോയത്. കൊല്ലം ACPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം അണിനിരന്നിരുന്നു. AYF ജില്ലാ സെക്രട്ടറി TS നിതീഷ്, ASF ജില്ലാ സെക്രട്ടറി ജോബിൻ ജാക്കബ്, AYF ജില്ലാ സെക്രട്ടറി വിനീത വിൻസെന്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം U കണ്ണൻ, R ശരവണൻ, ഷംലാൽ കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ 10 ഏക്കർ വാർഡ് സ്വാഗതം ജംഗ്ഷനിൽ വൻ ലഹരി ശേഖരം പിടികൂടി. വാടക വീട് കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. സംഭവത്തിൽ കുന്നിക്കോട് സ്വദേശി അൻവറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുനലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് 10 ഏക്കർ വാർഡ് സ്വാഗതം ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ വൻ ലഹരി ശേഖരം പിടികൂടിയത്. ലഹരി മാഫിയക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിരുന്നു പരിശോധന. സ്വാഗതം ജംഗ്ഷനിലെ വാടക വീട് കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കുന്നിക്കോട് സ്വദേശി അൻവറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഡാൻസാഫും പുനലൂർ പോലീസും ഡോഗ് സ്ക്വാഡും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. വാടക വീട്ടിൽ ലഹരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡോഗ് സ്ക്വാഡിലെ ഹെക്ടർ എന്ന പരിശീലനം സിദ്ധിച്ച നായയും തെരച്ചിലിൽ നിർണായക പങ്കുവഹിച്ചു. അൻവറിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മേഖലയിലെ ലഹരി വിതരണ ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രണയം നടിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ചണ്ണപ്പേട്ട സ്വദേശി ബിബിൻ ബേബിയാണ് അറസ്റ്റിലായത്. അഞ്ചൽ ചണ്ണപ്പേട്ട കാഞ്ഞിരമിട വീട്ടിൽ 26 വയസ്സുള്ള ബിബിൻ ബേബിയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കടക്കൽ തിരുവാതിരയ്ക്കാണ് ഇയാൾ പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. തുടർന്ന് മൊബൈൽ നമ്പർ കൈക്കലാക്കി. സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടിയുമായി അടുപ്പത്തിലായി. വിവാഹ വാഗ്ദാനം നൽകി പല ദിവസങ്ങളിലും പെൺകുട്ടിയെ വീട്ടിൽ നിന്നും പുറത്തെത്തിച്ച് പീഡിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞത്. തുടർന്ന് കടക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് 5 മാസമായി ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് വ്യക്തമായത്. കടക്കൽ പോലീസ് ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്തിലെ 20 ലക്ഷം രൂപയുടെ ഫണ്ട് തിരിമറിയിൽ നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. NGO അസോസിയേഷൻ കുന്നത്തൂർ ബ്രാഞ്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലേക്കാണ് കേരള NGO അസോസിയേഷൻ കുന്നത്തൂർ ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 20 ലക്ഷം രൂപയുടെ ഫണ്ട് തിരിമറിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുക, കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുക, നിരപരാധികളായ ജീവനക്കാരെ ബലിയാടാക്കുന്ന രാഷ്ട്രീയ കരാർ നിയമങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അർത്തിയിൽ സമീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെയൊക്കെ ജീവിതം വെച്ചിട്ടാണ് CPM-ഉം ഇവിടുത്തെ ഭരണസമിതിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതിനനുസരിച്ച് എന്തും നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ ഒരു കാലത്ത് ഇതൊക്കെ പിടിവീഴും. കാരണം ഇത് സർക്കാരിന്റെ മുതലാണ്, അത് ദൈവത്തിന്റെ മുതലാണ്, സാധാരണക്കാരൻ്റെതാണ്. അത് അടിച്ചു മാറ്റുവാൻ ഒരാളിനും അവകാശമില്ലാത്തതാണ്. അത് എന്നായാലും കണ്ടുപിടിക്കും. ഇപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നടപടിയെടുക്കുവാൻ ശേഷിയുള്ള ഒരു സർക്കാരും ഈ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളൊക്കെ സർക്കാർ ജീവനക്കാരാ. ഈ കാലത്ത് കേരളം മാറി, കേരളത്തിലെ ജനങ്ങൾ മാറി, സർക്കാർ മാറി. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സ് ഇപ്പോഴും മരവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ അഴിമതി ഇത്രയും നടന്നിട്ടും നിങ്ങൾക്ക് ആർക്കും യാതൊരു കൂസലുമില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ചോ, നിങ്ങളുടെയൊക്കെ കാരണം സത്യസന്ധമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് NGOs ആവശ്യപ്പെടുന്നത്.
കുന്നത്തൂർ ബ്രാഞ്ച് പ്രസിഡന്റ് എ ഷബീർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ആർ രാജീവ് സ്വാഗതം പറഞ്ഞു. ശ്യാംകുമാർ, ബേബിക്കുട്ടി യോഹന്നാൻ, അഷ്റഫ്, ശശികുമാർ, പീതാംബരൻ, അനീഷ് കുമാർ, സുജിത്ത്, ശ്രീകുമാർ, നാസർ, റെനി, ബിജു, പ്രിയങ്ക, ലേഖാകൃഷ്ണൻ, ലക്ഷ്മി, രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കാപ്പ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു. യുവാവ് റിമാൻഡിൽ. കല്ലുവാതുക്കൽ വേളമാനൂർ സ്വദേശി അക്ഷയാണ് റിമാൻഡിലായത്. നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വിദ്യാലയങ്ങളിലെ സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുമെന്നും മന്ത്രി. ചവറ നിയോജക മണ്ഡലത്തിൽ മികവ് 2026 പ്രതിഭാ സംഗമം. ബേബി ജോൺ ഫൗണ്ടേഷനും മന്ത്രി ഷിബു ബേബി ജോണും ചേർന്നാണ് പ്രതിഭാ സംഗമം നടത്തിയത്. മണ്ഡലത്തിലെ ഉന്നത പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.